വാസ്തവത്തിൽ ഇതൊരു കച്ചവടം തന്നെയാണ്, ആത്മീയ കച്ചവടം. കർത്താവ് വന്നത് ഒരു മതവും സ്ഥാപിക്കാനല്ല. ലോകത്തിലെ ഡിക്ലൈൻ ഓഫ് ഹിന്ദുയിസം, ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം, ഡിക്ലൈൻ ഓഫ് ജൈനിസം ഉണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു മതമല്ല, അതൊരു സ്നേഹത്തിന്റെ സംസ്കാരം. അത് യുവമാർക്ക് ടിനുവിനെ ഞാൻ നേരിട്ട് ചെന്ന് ശാസിച്ചു. ടിനുവിനെ വന്ന സമയത്ത് ഇവൻ സജിത്തിനെ കാണുന്നതിന് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ചത് എനിക്ക് വ്യക്തമായി മനസ്സിലാവും. വചനം മനസ്സിലായത് കൊണ്ടാണ്. ഞാനൊരു പ്രസംഗമൊന്നുമല്ല, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെൻഷൻ പറ്റിയ ഒരാളാണ്. എന്റെ പേരെന്താ, കൃപയാൽ സാമുവൽ എന്നാണ് പേര്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് 5 വയസ്സ് ആരെയും നിന്ന് വാങ്ങിച്ചല്ല ഞാൻ സൂചിച്ചാണ് ചെയ്യുന്നത്. എന്റെ വീട്ടിൽ ഒരു കൂട്ടായ്മയുണ്ട്, RSS വീട്ടുകാർ വരുന്നുണ്ട്. നമുക്ക് പൈസ വരില്ല. നമ്മള് ഇരുന്ന് കർത്താവിന്റെ വചനം 1.5 മണിക്കൂർ പറഞ്ഞു കൊടുക്കും. കർത്താവ് പറഞ്ഞു കൊടുക്കും. ഞാൻ നടത്തുന്ന നായകൻ എന്ന് പറഞ്ഞ കർത്താവാണല്ലോ. നായകൻ നമുക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ, നമ്മൾ നടത്തിപ്പാരനല്ലോ. അങ്ങനെ ആകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഫാദർ എന്ന് വിളിക്കരുത്, അച്ഛാന്ന് വിളിക്കരുതെന്ന് എന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ CSI വിട്ടിട്ട് പോകുന്നവനാ, 26 വർഷമായി. അപ്പോ എനിക്ക് ഈ പള്ളികളെല്ലാം മനസ്സിലായി. അവനെല്ലാം ഉദരപൂർണത്തിന് വേണ്ടിയാണ് ചെയ്യണത്. അത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഈ ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല മനുഷ്യരെ സ്നേഹിക്കാനാണ്. ഇവൻ ശാപിക്കുന്ന ഇവൻ ആരാ? ഇവൻ ദുർഭൂതമല്ലേ? അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആപ്റ്റായിട്ട് കറക്റ്റാണ്, 100% കറക്റ്റാണ്. അതൊക്കെ പറയണം. കാരണം എന്ന് വെച്ചാല് നമ്മള് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയാണ്: സഹോദരന്മാരെ, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ പിടിച്ചുപറിക്കാരോടോ അത്യാഗ്രഹികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ അടുത്ത് പറയുന്ന ഒരു വാക്കാണ് ബ്രദർ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത്, എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, അതില് എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഷമീർ, ഒരു മുസ്ലിം സമൂഹത്തിൽ വന്ന ആ സഹോദരന് പോലും മനസ്സിലായി ഈ പെന്തക്കോസ്ത് ഒരു സഭയില്ല, അങ്ങനെ ഒരു സഭയില്ല. ഒരു സഭ, ഈ പറയുന്ന സഭകളെല്ലാം സംഘടനകളാ. സഭ എന്ന് പറഞ്ഞാൽ ദ ചർച്ചസ് ഓഫ് ദ ഫസ്റ്റ് ബോൺ, ആദ്യജാതൻ. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആദ്യജാതന്മാരുടെ കൂട്ടം, അവര് ക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാ. അപ്പൊ നമ്മുടെ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സംരക്ഷിക്കേണ്ടതിന് പകരം സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിൽ പറയുന്നത് ആ വാക്യം ഇങ്ങനെ: ഒരു ഭാഗം പുരോഹിതന്, ഒരു ഭാഗം അനാഥർക്ക്, ഒരു ഭാഗം വിധവകൾക്ക്, ഒരു ഭാഗം പിന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അപ്പോ പുതിയ നിയമത്തിലാണെങ്കിലോ ദശാംശം പോലും പറയുന്നില്ല. മനസ്സൊരുക്കമുള്ള ഉള്ളവന് കൊടുക്കട്ടെ. അതെന്തിനാ? സഭയ്ക്കുള്ള ആകാരമുണ്ട്. സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാൻ മാത്രമല്ല, ബ്രദറും മറ്റുള്ളവർ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ സംരക്ഷിക്കും. സമസ്ത വിഷയവും പരിഹരിപ്പാൻ പര്യാപ്തമായ സംവിധാനമാണ് സഭ. അല്ലാതെ ഇവന്റെയൊക്കെ തോന്നിയാസമല്ല. അതുകൊണ്ട് ഇവനെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യണം, മാർക്ക് ചെയ്ത് പറയണം, ശക്തമായിട്ട് പറയണം. ദൈവകൃപ നമ്മോട് കൂടെ ഉണ്ടാവും. കേട്ടോ ബ്രദറെ? തീർച്ചയായിട്ടും ദൈവകൃപ നമ്മളോട് കൂടെ. എനിക്ക് അക്കമിട്ട് കൃപയാൽ, ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നവനാ. എനിക്ക് വായിച്ചിട്ട് ഞാൻ മലയാളം എടുത്തിട്ട് കാത്തലിക്കിന്റെ പുസ്തകം എടുത്ത് വെച്ച് വായിക്കും. കാത്തലിക് ട്രാൻസ്ലേഷനും കൂടെ എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളപ്പോ എന്റെ കർത്താവിന്റെ വാചനം എത്രയോ ഉദാത്തമായ, ഉത്കൃഷ്ടമായ, എക്സലന്റ് ഇൻ വർക്കിംഗ് എന്നാണ്. അങ്ങനെയുള്ള വാചനമാണ്. യവനൊന്നും MA വർഗീസിനെ ഞാൻ ഒരു ദിവസം ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചാണ്, അതുകൊണ്ട് വിളിച്ചു കൊടുത്തു, നിങ്ങൾ ഏലിയനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യമായിട്ട് കൊടുത്തു. മിണ്ടിയില്ല MA വർഗീസ്. എന്നുവെച്ചാൽ എനിക്ക് ദൈവാത്മ തോന്നിച്ചിട്ടാണ്. അതല്ല, ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികളെല്ലാം കള്ളന്മാരാണ്. അല്ലാതെ ബിനു വാഴമുട്ടം ഇവനൊക്കെ എന്തോ മന്ത്രവാദികൾ പോലും കാണിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു ദുർമന്ത്രവാദികൾ പോലും കാണിക്കില്ല ക്രിസ്തുവിന്റെ വചനത്തെ വളച്ചൊടിക്കണവന്മാര്. അപ്പൊ അത് ഏലിയനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ. തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3-ാം വാക്യം. 1 തിമോഥെയോസ് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു: അന്യത ഉപദേശിക്കരുത്, അന്തമില്ലാത്ത വംശാവലികളെയും ചരിത്രങ്ങളെയും കുറിച്ച് പറയരുത്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നിർമ്മല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ഇതാണ് അതിനെ കുറിച്ച് വ്യക്തമായ മർമ്മം. അതിന്റെ മിസ്റ്ററി ഒന്നും ഇവർക്ക് മനസ്സിലാവും. കാരണം ഇവൻ കർത്താവിനേക്കാൾ മുകളിലാവാണ്. കർത്താവ് ഞാൻ എല്ലാവരെക്കാളും ചെറിയ ആളാവാൻ ആഗ്രഹിക്കേണ്ടവൻ കർത്താവ് പഠിപ്പിച്ചു തന്ന മാതൃക പിൻപറ്റുന്നതിന് പകരം ഞാൻ സഹോദരന്റെ തലയിൽ കയറിയിരിക്കുക. എനിക്ക് കുറച്ച് ദൈവം കൃപ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിയവനായി മാറുകയാണ്. ഇതൊക്കെ ദൈവാത്മാവിൻ്റെതല്ല, പരിശുദ്ധാത്മാവിൻ്റെതൊന്നും അല്ല. തട്ടിപ്പാണ് ഈ സഭകളൊക്കെ. എനിക്കറിയാം, ഇവിടുത്തെ 90% സഭകളും തട്ടിപ്പാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ ഉള്ള സഭകൾ എന്ന് പറയുന്ന എണ്ണപ്പെട്ട കുറെ പേര് അവർ കൃത്യമായ ദൈവാലോചന പഠിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നു. അവിടെ യേശു എന്നൊരു മതം സ്ഥാപിച്ചിട്ടില്ല. സകല മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകാനാണ് കർത്താവ് വന്നത്. അത് നമ്മൾ ക്രിസ്ത്യാനി എന്ന് അഭിമതിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും. ഞാൻ ഓഫീസിൽ ഇരുന്ന് എല്ലാ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരോട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഞാൻ ചീഫ് സെക്രട്ടറിയോടും കയർത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്റെ ദൈവത്തിന്റെ ആത്മാവാണ്, വചനത്തിലൂടെയാണ് എന്നെ വളർത്തിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ധൈര്യത്തോടെ സത്യം പറയുന്നതെന്ന് പറഞ്ഞു. ഒരുത്തൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ അതുകൊണ്ട് ബ്രദർ ധൈര്യമായിട്ട് പറയാൻ ബൈബിൾ അതേ പറയുന്നത് ചേർച്ച് ഓഫ് ദ ഫസ്റ്റ് ബോൺ. ആദ്യം നമ്മുടെ ബർത്ത് റൈറ്റ് ഇവിടെ ഒന്നും അല്ലെന്നേ. ഇവിടെ കിട്ടുന്ന ഒരു ആനുകൂല്യം കൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും. ഈ ഏക്കറാണെങ്കിൽ ഇപ്പൊ കുറച്ചു നേരത്തെ ഞാൻ കേട്ടപ്പോ ഇതാണ് പറയുക, അമ്മ പറയാനായിട്ട് ചാരിറ്റി ചെയ്യണത്. ഇവിടുത്തെ കള്ളന്മാരെ ഏറ്റവും വലിയ കൊള്ളക്കാരന്മാർ ചാരിറ്റി ചെയ്യണില്ലേ? ഇവ എന്തൊരു ചാരിറ്റി ചെയ്യണത്? ഇവ ഇതാ ചാരിറ്റി അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ ചെയ്യണത്. അത് പറഞ്ഞാൽ കറക്റ്റാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായി നമുക്കൊരു നിത്യത ഉണ്ടെന്നേ. ഇവിടെ കിട്ടുന്ന ഭൗതിക നന്മയല്ല. എത്രയും അക്രൈസ്തവർ, ഞാൻ RSS ഞങ്ങളുടെ വീട്ടിൽ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവരേത് നമ്മൾ പൈസ ഭരിക്കാൻ പോകുന്നില്ല. നമ്മളെ നിന്ന് അവർ വാങ്ങിച്ചവരെ പോലും തിരിച്ചു തരുന്നില്ല. എന്റെ മക്കളൊക്കെ പിന്നെ വീട്ടിലെ ചെലവ് ചെയ്യേണ്ടതിന് നമ്മൾ ചെയ്തത് നമ്മളിപ്പോ ഞാൻ അല്പം ബാധ്യസ്ഥനാണ് ഇപ്പോഴും. എനിക്കറിയാം, ഞാൻ ഞെരുങ്ങി അധ്വാനിച്ച് തന്നെ പോകണത്. ഇപ്പോഴും എന്നെ പ്രൈവറ്റ് ആയിട്ട് ചിലപ്പോൾ വർക്കുകളൊക്കെ ചെയ്തു കൊടുത്താണ്, പെൻഷനും കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോ അതെനിക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കൂടെ? അപ്പൊ അവിടെയൊക്കെയാണ് ദൈവം നമുക്ക് തന്നെ പ്രജ്ഞ. 4-5 വർഷമാകുന്നു സുനിൽ ചാനൽ തുടങ്ങിയിട്ട്. സുനിലിന്റെ ഭാഷയെ പറഞ്ഞാൽ ഈ മൊണ്ണ വിശ്വാസികൾക്ക് കണ്ണും കാതും തുറക്കുന്നെങ്കിൽ അത് സുനില് തുടങ്ങിയ ചാനൽ കൊണ്ടാണ് തുറന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സുനിലിലുള്ള അംഗീകാരമാണ്. ഈ ക്രിസ്തീയ സഭകള് മ്ലേച്ഛമായ കാര്യങ്ങള് സുനിലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പുഴുക്കുത്തുകളെയൊക്കെ എടുത്ത് എറിഞ്ഞു കളഞ്ഞ് സത്യസന്ധമായ രൂപത്തിൽ കൂടി സത്യവചനത്തിന് അടിസ്ഥാനമാക്കി സത്യവേദപുസ്തകം ആണ് അതിന് ആധാരമെന്നുള്ള ചിന്തയിൽ ചിന്തിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഇന്ന് ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമത്തിലെ ഏറ്റവും ഒരു പ്രഗത്ഭനായ ആളെന്നുള്ള നിലയിൽ സുനിലെത്തും, യാതൊരു സംശയവുമില്ല. അതല്ലെങ്കിൽ നാളെ എന്നോട് പറഞ്ഞു. അതിന് ഈ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു അംഗീകാരം സുനിലിന് കിട്ടും. ഇവരുടെ കണ്ണൊന്ന് തുറന്നതിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം വന്നുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ഒരു കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞത്. പ്രാർത്ഥന ഓർക്കുന്നു. കുടുംബപരമായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ശത്രുവിൻ്റെ സൈന്യത്തിൽ നിന്നും അവൻ്റെ പ്രതിരോധ ശക്തിയിൽ നിന്നും വലിയവനായ ദൈവം നിങ്ങളെ കുടുംബമായിട്ട് കാത്തു പരിപാലിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരെയും നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മുള്ളു പോലും കൊള്ളാതെ കാത്തു പരിപാലിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ ഈ കാര്യങ്ങൾ. ഞാനും ഒരു പത്തനംതിട്ട ജില്ലക്കാരനാണ്. ഭാരതത്തിൻ്റെ അമ്മ, ആ അമ്മയുടെ പെറ്റ മക്കളെ നമ്മൾ. സത്യം എന്നും വിജയിക്കും, യാതൊരു സംശയവുമില്ല. ഞാൻ കൊഴുത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്. തോമസ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ഈ നാളുകളിൽ സാർ ഇടുന്നതായ വീഡിയോകളൊക്കെ കണ്ടിട്ട് എൻ്റെ ഒരു അനുഭവമായിട്ട് ഞാനൊന്ന് നോക്കുമായിരുന്നു. ഒരു സഭയിലൊക്കെ നമ്മൾ നടക്കുന്ന സംഭവവികാസങ്ങൾ കാണുമ്പോഴേ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. നേരത്തെ ഒരു വ്യക്തി അതിൽ പറഞ്ഞതുപോലെ അവർ ശപിക്കുക. ഒരു ചോദ്യം ചെയ്തതിന് ഒരു സഭയിൽ എനിക്ക് കിട്ടിയത് നീ നിന്റെ മക്കളും മുടിഞ്ഞു പോട്ടെ എന്നുള്ള ശാപം. അവർ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചതിനാണ്. യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ആഹാരം കൊടുക്കുക, അവനെ ശപിക്കാതെ അവനെ അനുഗ്രഹിപ്പി, നിങ്ങളും അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ. അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? ശരിക്കും സ്വർഗരാജ്യത്തിൽ ചെന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്ന ഇതാണ്: ഞാൻ വിശന്നിരുന്നു, നീ എനിക്ക് ആഹാരം നൽകി, ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിൽ നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടു ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു കണ്ടു കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ ഇപ്പോൾ കണ്ടു, ഞങ്ങൾ നിന്റെ അടുക്കൽ വന്ന് എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അവരോടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ കൽപ്പിച്ചത്. ഈ സാറ് പറയുന്ന പോലെ ഈ മണ്ണവിശ്വാസികൾ വചനം വായിക്കാതെ മനുഷ്യനെ ദൈവമായി കണ്ട് അവരെ ഭുജിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യം വെളിച്ചത്ത് വരുവാന് സാറിന്റെ പക്ഷത്തു നിന്നും ഈ തുറന്ന് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. ദൈവം ധാരാളമായി സാറിനെ അനുഗ്രഹിക്കട്ടെ. ഇത് ഇനിയും തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കള്ളങ്ങളെ എല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എൻ്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ വളരെ സങ്കടാവസ്ഥകളിലൂടെ കടന്നുപോയ ഒത്തിരി സമയങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞ് ഞാൻ സാറിനെ വിഷമിപ്പിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥ സത്യം. എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും ഈ എളിവരെ ആദരിക്കാത്ത ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അവിടെ ചെന്ന് ഹല്ലേലൂയ പറഞ്ഞത് എന്താണെന്നോ സ്തോത്രം പറയാഞ്ഞത് എന്താണെന്നോ ഉപവസിക്കാഞ്ഞത് എന്താണെന്നോ ഒന്നും കർത്താവോട് ചോദിച്ചതായിട്ട് പറയുന്നില്ല. ഈ എളിയവരിൽ നീ എന്ത് ചെയ്തു അതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. ഇത് എന്ന് ഈ മനുഷ്യർ മനസ്സിലാക്കും. അവർക്ക് വേണ്ടിയാണ് ഈ സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുന്നത്. എളിയവരെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക, ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ഇത് തിരിച്ചറിയാനുള്ള ബോധ്യം ഈ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് സാറിന്റെ ഈ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.